സിംഗപ്പൂർ തുടങ്ങിയ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടുകളുടെ ടേൺ ഓവറിൻ്റെ നല്ലൊരു ശതമാനം ആകർഷിക്കാൻ കഴിയും. ഇന്ത്യയിലേക്കുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് അതുവഴിയാകും. ഇത് വിഴിഞ്ഞത്തെ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ലോജിസ്റ്റിക് ഹബ്ബായിട്ട് മാറ്റും. കേരളത്തിന് രണ്ട് രീതിയിൽ ഇതുകൊണ്ട് നേട്ടമുണ്ടാകാം. ഒന്ന്, നൈപുണ്യ വികസനത്തിലൂടെ ഈ ലോജിസ്റ്റിക്സ് ഹബ്ബിലുമെല്ലാം വരുന്ന തൊഴിൽ സംരംഭങ്ങൾ വലിയ തോതിൽ മലയാളികൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ട്, ഈ തുറമുഖവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ കേരള സർക്കാർ വിഭാവനം ചെയ്യുന്ന പോലെ ക്യാപിറ്റൽ സിറ്റി റീജിയൻ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ കൊല്ലം വരെ നീട്ടിയിട്ടുണ്ട്. അതിനുള്ള വലിയ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ തുടക്കം മുതൽ വിവാദമാണ്. ഇപ്പോൾ അവസാനം ഉദ്ഘാടന ദിവസം എത്തുമ്പോഴും ആ വിവാദങ്ങൾ പിന്തുടരുന്നു എന്നുള്ളതാണ്. ഇത് വളരെ ദൗർഭാഗ്യകരമാണ്. നമ്മൾ വിവാദമാക്കേണ്ട കാര്യമില്ല. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, വളരെ സ്വാഭാവികം. ഇതിൻ്റെ തുടക്കമുണ്ടല്ലോ, രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഉള്ള സർവേ എന്നാണ്. നമ്മളതൊരു 10-20-30 വർഷം മുമ്പ് ഇത് ഓപ്പൺ ചെയ്താൽ കഴിഞ്ഞിരുന്നെങ്കിൽ കൊളംബോ ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് അത്രയും ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാനെന്ന് ആർക്കും തന്നെ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ബട്ട് കേരളത്തിനെ സംബന്ധിച്ചുള്ളത് വളരെ പ്രധാനമാണെന്ന് എല്ലാവരും അംഗീകരിക്കണമെന്ന്, അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവവികാസം 22-23 സമരവും അതിന് പ്രതിപക്ഷം നൽകിയിട്ടുള്ള പിന്തുണയാണ്. യഥാർത്ഥത്തിൽ ശക്തമായ ഈ സമരത്തിൽ സർക്കാരിൻ്റെ വലിയ നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത് എൻ്റെ തുടക്കമില്ലാതെ മുന്നോട്ട് പോയാലും. അപ്പോൾ വിവാദത്തിൻ്റെ ഒന്നും കാര്യമില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞു പോവാം. ഇടതുപക്ഷത്തിന് ഇപ്പോഴും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതിനെയൊക്കെ പിന്തുണച്ച് 22-23 സമരത്തെയൊക്കെ രാഷ്ട്രീയമായിട്ട് നഷ്ടമുണ്ടെങ്കിലും കേരളത്തിന് ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് പിന്താങ്ങിയ ഇടതുപക്ഷത്തിൻ്റെ അന്ന് അഭിപ്രായം തന്നെ ഇന്നത്തെ അഭിപ്രായം. കാരണം വെച്ച് കഴിഞ്ഞാൽ 61% മുതൽ മുടക്ക് കേരള സർക്കാരിൻ്റെയാണ്. അദാനി പോർട്ട് ഒരു 29% അല്ലെങ്കിൽ 30% ആണ് മുടക്കുന്നത്. കേന്ദ്ര സർക്കാർ 10%. ആ 10% വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ്ങാണ്. അത് യഥാർത്ഥം മുടക്കുന്നില്ല. കമ്പനിയുടെ ലാഭത്തിൽ നിന്ന്, വിഴിഞ്ഞം പോർട്ടിൻ്റെ ലാഭത്തിൽ നിന്ന് കേന്ദ്രം തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും മുടക്കുന്ന കേരളത്തിന് 40 വർഷം വേണം ഇത് ഈ പോർട്ടിൽ നിന്നുള്ള ലാഭം കിട്ടാൻ. ഇങ്ങനൊരു കരാറ് വളരെ വിചിത്രമാണ്. അത് പറഞ്ഞിട്ടുണ്ട്, അത് ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഇത് വിഴിഞ്ഞ ആവശ്യമുണ്ട്, ഇങ്ങനെയാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷം അതിൻ്റെ മാനിഫെസ്റ്റോയിൽ 2016 മാനിഫെസ്റ്റോയിൽ വിഴിഞ്ഞത്തെ ഈ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും വിഴിഞ്ഞം കരാറിനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞത്. അത് മുന്നോട്ട് കൊണ്ടുപോയി. താങ്കൾക്ക് ഈ പരിപാടിയിൽ ക്ഷണം ഉണ്ടായിരുന്നു? ഈ പരിപാടിയിൽ ക്ഷണം ഉണ്ടായിരുന്നു താങ്കൾക്ക്? ഈ പരിപാടി ഉദ്ഘാടന പരിപാടികളിലേക്ക് ക്ഷണിച്ചിരുന്നു താങ്കളെ? എനിക്ക് വേറെ ഒരുപാട് ചുമതലകളുണ്ട്, അത് ആവശ്യമില്ല. പ്രോട്ടോക്കോൾ പ്രകാരം ഞാൻ എന്തിനു ക്ഷണിക്കണം?